NCERT exercise നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ദിസ് ഈസ് പ്രോബ്ലം ടെക്സ്റ്റിലെ പ്രോബ്ലം നമ്പർ 3.6 ആണ്. ഈ പ്രോബ്ലം 3.6 ഇത് നോക്കാം. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 126 km per hour is brought to a stop within a distance of 200 meter. ഓക്കെ, അപ്പൊ ഒരു കാറ് അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ് അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി? ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊരു 200 മീറ്റർ ആയപ്പം അത് സ്റ്റോപ്പ് ചെയ്തു. സോ അതിന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണത് 200. സോ എന്താണ് സോ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി V0 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ദറ്റ് ഇസ് 126 km/h ആണ്. സോ ഇതിനെ നമുക്ക് ഇൻറ്റു 5/18 ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടാണ് km/h 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക m/s ആവും. സോ ദിസ് ഇസ് 35 m/s കിട്ടും. സോ ഇത്രയും മൂവ് ചെയ്യാണ്. ഒരു ഡിസ്റ്റൻസ്, അതായത് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ 200 മീറ്റർ ആണ്. അപ്പോൾ എന്താണ് അപ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയായി? 0 ആയി, സ്റ്റോപ്പ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ? അത് നമുക്ക് അസ്യൂംഡ് യൂണിഫോം, അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് എന്നുള്ള കേസിലാണ് കാർ മൂവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കാറിന്റെ റിട്ടാർഡേഷൻ ഇവിടെ നമുക്കറിയാം. റിട്ടാർഡേഷൻ മീൻസ് നെഗറ്റീവ് ആക്സിലറേഷൻ. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ്? എത്ര സമയം എടുത്തു കാണും കാർ നിൽക്കാനായിട്ട്, അത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ, കാർ ബ്രേക്ക് അമർത്തി കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ എടുത്ത സമയം. സോ നിങ്ങൾക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഫോർമുല തന്നെ ഇവിടെ ഡയറക്റ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനിൽ നിന്നും ഇതെല്ലാം കണ്ടുപിടിക്കാനും പറ്റും. സോ നമുക്ക് V0 ഉണ്ട്, V ഉണ്ട്, X ഉണ്ട്. സോ വി നോ വൺ കൈനമാറ്റിക് ഇക്വേഷൻ. സോ ദിസ് ഇസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് കേസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കൈനമാറ്റിക് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. സോ V² is equal to V0² plus 2AX എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മളുടെ കയ്യിലുണ്ട്. സോ ഇവിടേക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 35² പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതാണ് ചോദ്യം. എക്സ് എന്ന് പറയുന്നത് 200. സോ ഇവിടെ A is equal to ഈ 35² അപ്പുറത്തേക്ക് പോകുമ്പോൾ -35² ആൻഡ് എന്താണ് 2 ഇൻറ്റു 200 ദാറ്റ് ഇസ് 400. A is equal to -35² by 400 എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ 3.06 m/s² എന്ന് കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ നമ്മളോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ്? കാറ് പെട്ടെന്ന് നിർത്തിയപ്പം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സമയം കൂടി ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. V is equal to V0 plus 80. ഫൈനൽ വെലോസിറ്റി 0 ആയി, അത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വെലോസിറ്റി 35 m/s പ്ലസ് നമ്മളുടെ 3.06 എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് മൈനസ്. ഓക്കെ, -3.06 സോറി. സോ അതിവിടെ നമുക്ക് കൊടുക്കാം. ദാറ്റ് ഇസ് -3.06 t. സോ -3.06 t എന്ന് പറയുന്നത് സോറി ഞാൻ അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് 0 is equal to 35 -3.06 t എന്ന് വരും. സോ ദാറ്റ് മീൻസ് 3.06 t എന്ന് പറയുന്നത് 35 ആണ്. സോ t is equal to 35 divided by 3.06 ഇത് ചെയ്യുമ്പോൾ 11.4 seconds എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ 3.7 ക്വസ്റ്റ്യൻ ആണ്. 3.7 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. Two trains A and B of length 400 meter each are moving on two parallel tracks with a uniform speed of 72 km/h in the same direction with A ahead of B. ഇപ്പൊ രണ്ട് ട്രെയിൻ ആണ്, എയും ബിയും. അത് പാരലൽ ട്രാക്കിലൂടെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇപ്പം ഇത് എയും ഇത് ബിയും ആണെന്ന് വിചാരിക്കാം. അതിന്റെ സ്പീഡ് രണ്ടിന്റെ സ്പീഡ് നമുക്ക് V എന്ന് എടുക്കുവാണെങ്കിൽ അത് രണ്ടും 72 km/h അവരാണ്. ആദ്യം തന്നെ 72 km/h നമുക്ക് അവരുടെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 72 × 5/18 ചെയ്താൽ m/s കിട്ടും. സോ ഇത് ചെയ്യുമ്പോൾ 20 m/s. ഈ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നതും സെയിം ആണ്, രണ്ടും 400 മീറ്റർ ആണ്. പിന്നെ മറ്റൊരു കാര്യം തന്നിരിക്കുന്നത് A ആണ് B യെക്കാട്ടി മുന്നിൽ.
ഇതാണ് ബി എങ്കിൽ ഇതായിരിക്കും എ ആണ് കുറച്ചും കൂടി മുന്നിൽ സഞ്ചരിക്കുന്നത്. So the driver of B decides to overtake A and accelerate by 1 meter per second square. So driver B പുറകിലാണല്ലോ, അപ്പൊ ഇയാൾ ഈ ബി എന്ന് പറഞ്ഞ ആള് ആക്സിലറേറ്റ് ചെയ്തു 1 meter per second സ്ക്വയറിൽ ഈ എയെ ഓവർടേക്ക് ചെയ്യാൻ. പക്ഷെ എ ആക്സിലറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. എ യൂണിഫോം സ്പീഡ് എത്രയാണ്? 20 meter per second തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ ബിയുടെ സ്പീഡ് 20 meter per second അല്ല, അത് മാറി, ബിക്കോസ് ആക്സിലറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. If after 50 seconds the guard of B just brushes past the driver of A, what is the original distance between them? ഒരു 50 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ ഒരു ആക്സിലറേഷൻ കൊടുത്ത് 50 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ബി എയെക്കാട്ടി മുന്നിലായി. ഇപ്പൊ എ ആണെങ്കിൽ എ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ, ബി മുന്നിലായി. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഇത് നമ്മൾ എടുക്കണം. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഇപ്പം എക്സ് ബി, ഇപ്പൊ ബി എന്ന് പറയുന്ന ആള്, ബി എന്ന് പറയുന്ന ട്രെയിൻ അവസാനം നിൽക്കുന്ന ആ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, ഒരു ട്രാക്ക് 1 ഒന്ന് തന്നെയല്ലേ. അപ്പൊ അയാള് സഞ്ചരിച്ച ദൂരം എക്സ് ബിയും ഈ എന്താ എ അവസാനമായിട്ട് സഞ്ചരിക്കുന്ന ആ ഒരു പൊസിഷൻ, അതിന്റെ പൊസിഷൻ എക്സ് എയും ആണെന്ന് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ബി എ ആണ് നമുക്ക് കിട്ടേണ്ടത്. എക്സ് ബി എ ഓഫ് ടി, അത് അവർ തമ്മിലുള്ള ദൂരം നമുക്കൊരു 50 സെക്കൻഡ്സിലാണ് ബി എ പാസ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. ബിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ലെറ്റ് ഇറ്റ് ബി ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ബി ആൻഡ് എ എന്ന് പറഞ്ഞാൽ എക്സ് ബി ഓഫ് ടി എടുക്കുകയാണെങ്കിൽ അതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ബി ഓഫ് ടി എന്ന് പറയുന്നത് നമുക്കറിയാം, ദറ്റ് ഈസ് എക്സ് ബി ഓഫ് ടി മൈനസ് എക്സ് എ ഓഫ് ടി. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എക്സ് ബി ഓഫ് ടിയും എക്സ് എ ഓഫ് ടിയും എന്താണെന്ന് ആദ്യം നോക്കണം. സോ എക്സ് ബി ഓഫ് ടി നമുക്ക് നോക്കാം. നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് ഈക്വൽ ടു എക്സ് സീറോ പ്ലസ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. നമുക്ക് ഇത് യൂസ് ചെയ്യാം, കാരണം ഇതിന് വേണ്ട ഇൻപുട്സ് എല്ലാം ഇക്വേഷനിലുണ്ട്. ട്രെയിനിൽ എപ്പോഴും ഈ റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് ആയിട്ട് എടുത്താൽ മതി. സ്റ്റാർട്ടിങ് പൊസിഷൻ അതിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുക. സോ ഇവിടെ നമുക്ക് എക്സ് സീറോ, സോ നമുക്ക് ഇതിനെ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. സോ നമുക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യുമ്പോൾ എക്സ് ബി ഓഫ് സീറോ പ്ലസ്, ഈ കേസിൽ രണ്ടിന്റെ സ്പീഡ് ഒന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് വി ആയിട്ട് തന്നെ എടുക്കാം, വി ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ എക്സ് ബി ഓഫ് സീറോ, അത് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ട്രെയിനിന്റെ ലെങ്ത് ആണ് എപ്പോഴും എടുക്കുക. സോ ഇതിനെ നമുക്ക് എക്സ് ബി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ ലെങ്ത് 400 പ്ലസ് വി എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട് 20 ഇൻറ്റു എന്താണ് 50 സെക്കൻഡ്സിലാണല്ലോ, 50 സെക്കൻഡ്സ് അറിയാം. സോ 20 ഇൻറ്റു 50 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു 50 സ്ക്വയർ. ഇത് ചെയ്ത് നോക്കുമ്പം 2650 എന്ന് കിട്ടും. നമുക്ക് എക്സ് എ ഓഫ് ടി എത്രയാന്ന് നോക്കാം. എക്സ് എ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് എ ഓഫ് സീറോ പ്ലസ് വി ടി മാത്രമേ വരുള്ളൂ. വൈ? ഇവിടെ ഈ എക്സ് എ ഓഫ് ടിയില് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ടാവില്ല, ബിക്കോസ് എ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, വി മാത്രമേ ആക്സിലറേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇതിന്റെ കേസിൽ എ സീറോ ആണ്. സോ ആ ടേം ഇവിടെ ഉണ്ടാകത്തില്ല. സോ നമ്മൾ ഇത് എഴുതുമ്പോൾ എന്തോരും 400. എക്സ് എ ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ ലെങ്ത് എടുത്താൽ മതി. ട്രെയിൻ പ്രോബ്ലംസ് എല്ലാം ശ്രദ്ധിക്കാം. ഇൻറ്റു പ്ലസ് 20 ഇൻറ്റു 50. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1400 എന്ന് കിട്ടും. സോ എക്സ് ബി ഓഫ് ടിയും എക്സ് എ ഓഫ് ടിയും നമുക്ക് കിട്ടി. നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ട്രെയിൻസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 50 ആയിരുന്നു വേണ്ടത്. സോ എക്സ് ബി ഓഫ് ടിയും കിട്ടി, എക്സ് എ ഓഫ് ടിയും കിട്ടി. ജസ്റ്റ് ഒന്ന് ഇൻപുട്ട് ചെയ്താൽ മതി ഇവിടെ. അതായത് 2650യും 1400 കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1250 മീറ്റേഴ്സ് കിട്ടും. സോ ഇതാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ ടെക്സ്റ്റിലെ 3.9th ക്വസ്റ്റ്യൻ ആണ്. 3.9. Two trains A and B are connected by irregular bus service. The bus leaving in either direction every 20 minutes. ഇപ്പൊ എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് ടൗൺ ഉണ്ട്, അവരെ കണക്ട് ചെയ്യാൻ എപ്പോഴും ബസ് സർവീസ് ഉണ്ട്. അപ്പം എല്ലാ ഈ 20 മിനിറ്റ്സിലും വണ്ടി ഇങ്ങനെ ഇറങ്ങുന്നു, ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് വണ്ടി പൊക്കോണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്.
സപ്പോസ് ഇതിപ്പോ ട്രിവാൻഡ്രം സ്റ്റാൻഡും ഇത് പാളയം ആണെന്ന് വിചാരിക്കുക. ഈ ടി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഈ ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓരോ 5 മിനിറ്റിലും പാളയത്തേക്ക് ബസ് ഉണ്ട്. അതുപോലെ തന്നെ പാളയത്തിൽ നിന്നും ഒരു 5 മിനിറ്റ് ട്രിവാൻഡ്രത്തേക്കും ബസ് ഉണ്ടെങ്കിൽ അതാണ് ഈ ടി. അത് ആദ്യം അറിഞ്ഞിരിക്കുക. ആ ബസ്സിന്റെ ഫ്രീക്വൻസി ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ടി മിനിറ്റ്സ്. ഓക്കെ. A man cycling with a speed of 20 km per hour in the direction A to B notices that a bus goes past him every 18 minutes in the direction of his motion and every 6 minutes in the opposite direction. ഒരാളിങ്ങനെ സൈക്കിൾ ചെയ്യാണ്, ഈ A to Bയിലേക്ക് ഒരാൾ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളിങ്ങനെ സൈക്കിളിൽ ഒരുത്തൻ ഇങ്ങനെ ഇവിടേക്ക് ട്രാവൽ ചെയ്യാണ്. അപ്പൊ അയാളുടെ സ്പീഡ് തന്നിട്ടുണ്ട്. അയാളുടെ സ്പീഡ് നമുക്ക് തൽക്കാലം VC എന്ന് എടുക്കാം. അപ്പം VC എന്ന് പറയുന്നത് 20 km/h ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ. He notices that a bus goes past him every 18 minutes in the direction of his motion. അയാൾ A to B ആണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പം ഓരോ 18 മിനിറ്റ്സിലും അയാളുടെ ഇങ്ങോട്ട് പോകുന്ന ഡയറക്ഷനിൽ അയാൾ ഒരു ബസ് കാണുന്നു. അതുപോലെ ഇങ്ങോട്ടുള്ള ഡയറക്ഷനിൽ അത് അയാളുടെ അങ്ങോട്ട് പാസ് ചെയ്യുന്നു. പിന്നെ അയാൾ അങ്ങോട്ട് പോകുമ്പോൾ ബിയിലേക്ക് പോകുമ്പോൾ ബിയിൽ നിന്നുള്ള അത് ഓരോ 6 മിനിറ്റ് സമയത്തിനും ബിയിൽ നിന്ന് എയിലേക്ക് അയാൾ തിരിച്ചു പോകുന്ന ബസ്സുകളും കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ വാട്ട് ഇസ് ദ പീരീഡ് ടി ഓഫ് ദ ബസ് സർവീസ്? നമുക്ക് ഈ ടി എന്ന് പറയുന്നത് എത്രയാണ്? അത് എത്ര സമയത്തിന്റെ ഇന്റർവെല്ലിലാണ് ഇവിടുന്ന് ഓരോ ബസ്സും പോകുന്നത്? ഇവിടുന്ന് അത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് ഒക്കെ ബസ് പോകുന്ന ആ സമയത്തിന്റെ ഇന്റർവെല്ലാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വിത്ത് വാട്ട് സ്പീഡ് ഡു ബസ്സസ് ഫ്ലൈ ഓൺ ദ റോഡ്? സോ ഇറ്റ്സ് അസ്യൂം ടു ബി കോൺസ്റ്റന്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ബസ്സസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബസ്സും അതുപോലെ ബി എയിലേക്ക് പോകുന്ന ബസ്സിന്റെ ഒക്കെ സ്പീഡും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ബസ്സിന്റെ സ്പീഡ് നമുക്ക് V എന്ന് എടുക്കാം. സൈക്ലിസ്റ്റിന്റെ സ്പീഡ് നമ്മൾ VC എന്ന് എടുത്തു, ബസ്സിന്റെ സ്പീഡ് V എന്ന് എടുത്തു. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് ലോജിക്ക് വേണം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ കുറച്ച് ലോജിക് ആയിട്ടുള്ള തിങ്കിങ്ങും വേണം. അതുപോലെ തന്നെ റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന് പറയണം. ലോജിക് തിങ്കിങ് എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പം A to B ആണ്, അയാള് സൈക്ലിസ്റ്റിന് A to Bയിലേക്ക് പോകുമ്പം അയാളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് പോയി. ഓക്കെ. സോ ഈ സൈക്ലിസ്റ്റ് അയാളുടെ 18ാമത്തെ മിനിറ്റിലാണ് ആ ബസ്സിനെ കാണുന്നത്. ഓക്കെ. അപ്പൊ ബസ്സിനെ അയാൾ കണ്ടു. ഇവിടെ ബസ്സും സൈക്ലിസ്റ്റുകാരനും, അതായത് ബസ്സും സൈക്ലിസ്റ്റും കൂടി കൂട്ടിമുട്ടി, അതായത് കണ്ടു അയാൾ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഡിസ്റ്റൻസ് ആണ്. രണ്ടുപേരും കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ്സും ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ്സും ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും സൈക്ലിസ്റ്റിന് കാണുക. കാരണം സൈക്ലിസ്റ്റ് ബസ് പാസ് ചെയ്യുന്ന സമയമാണ് കാണുന്നത്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൈക്ലിസ്റ്റ് റിലേറ്റീവ് ടു ദ ബസ് ആണ്. ഓക്കെ. റിലേറ്റീവ് ടു ദ ബസ് എന്ന് എഴുതണം, എന്നാലേ ആ വെലോസിറ്റി നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റിലേറ്റീവ് വെലോസിറ്റി ആണ് അവിടെ നോക്കുന്നത്. അപ്പം ആ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ അതാണ് അത് അങ്ങോട്ട് പോകുന്നത്. സെയിം തന്നെ എന്താ പറയാ, ഇനി ഇത് എയും ഇത് ബിയും ആകുമ്പം ബിയിൽ നിന്ന് ഇങ്ങോട്ടൊരു ബസ് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ബസ്സിനെ കാണുന്നത് 6 മിനിറ്റ്സ് T = 6 മിനിറ്റ്സിലാണ് ഇങ്ങോട്ട് വരുന്ന ബസ് കാണുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ T = 8 മിനിറ്റ്സിലും ഇങ്ങോട്ട് വരുമ്പോൾ T = 6 മിനിറ്റ്സിലും ഇവിടെയാണ് ബസ്സും സൈക്ലിസ്റ്റുകാരനും കൂടി കണ്ടുമുട്ടുന്നത്. അവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയി. ഇത് രണ്ടുമാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വൺ മോർ തിങ്, എന്താണ്, ആദ്യത്തെ 18 മിനിറ്റിൽ അയാൾ കണ്ടു കഴിഞ്ഞ് പിന്നെ അയാൾ കാണുന്ന അടുത്ത 18 മിനിറ്റിലായിരിക്കും. ഇങ്ങോട്ട് വരുന്ന ബസ്സിനെയും ആദ്യത്തെ ഇവിടുന്ന് 6 മിനിറ്റിൽ ഒരു ബസ് കണ്ടു, അതിന് പിന്നെ അടുത്ത 6 മിനിറ്റിലായിരിക്കും. സോ അതിനർത്ഥം ആ ബസ് എന്താ പറയുന്നത്, ഈ ഒരു പോയിന്റിൽ ഫസ്റ്റ് പോയിന്റിൽ അയാൾ ഈ ബസ്സിനെ കണ്ടുമുട്ടുമ്പോൾ ഇയാളുടെ ഇവിടുത്തെ ഇത് ഫസ്റ്റ് പോയിന്റ് ആയിട്ടും ഇത് അയാൾ ട്രാവൽ ചെയ്യുന്ന അവസാനത്തെ 6 മിനിറ്റിൽ കാണുന്ന ആദ്യത്തെ ബസ്സായിട്ട് നമുക്ക് എടുക്കാം. ഈ ഡിസ്റ്റൻസ് അപ്പൊ എത്രയായിരിക്കും? അത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബസ് എന്ന് പറയുന്നത് T മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബസ് അവിടെ നിന്ന് വരും. സോ ഇൻ T മിനിറ്റ്സിൽ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും ബസ് ട്രാവൽ ചെയ്യും? T മിനിറ്റ്സ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ് ആണ് ശരിക്കും ഈ ഒരു ദൂരം. അപ്പൊ അതെന്ന് പറയുന്നത് which will be equal to VT.
because speed is equal to distance by time. So distance is equal to speed into time, vt. And this is t എന്ന് പറയുന്നത് ഇവിടെ മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. സോ ബട്ട് നമുക്കറിയാം സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ മിനിറ്റിനെ നമ്മൾ അവർ ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. ബിക്കോസ് 60 മിനിറ്റ്സ് ആണല്ലോ 1 അവർ. സോ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 1 അവർ ബൈ 60 ആണ്. സോ ഇത് ടി മിനിറ്റ്സിലാണ്. അപ്പം ഇവിടെ ടി മിനിറ്റ്സിലാണ്. ഇതിനെ ഒന്ന് അവേഴ്സിലേക്ക് ആക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ ഇത് അവറിലായിട്ട് കിട്ടിക്കോളും. ദിസ് ക്വസ്റ്റിന് ടി മിനിറ്റ് ആയിരുന്നു, നമുക്ക് ടി അവറിൽ ഉപയോഗിക്കാം. കാര്യം സ്പീഡ് കിലോമീറ്റർ പെർ അവറിൽ തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവർ തന്നെ യൂസ് ചെയ്താൽ മതി. അത് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഓക്കെ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോ നെക്സ്റ്റ് വേർഡ്, അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ നെക്സ്റ്റ് കൺസെപ്റ്റ് നമ്മൾ റിലേറ്റീവ് ഡിസ്റ്റൻസ്, റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. റിലേറ്റീവ് വെലോസിറ്റി ആണ് സൈക്കിളുകാരനെ കണ്ടുപിടിക്കുക. ഫസ്റ്റ് കേസിൽ 2 റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. അതായത് ഇതൊരു ജനറൽ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഇപ്പം ഡയറക്ഷൻസ് ഈക്വൽ ആവുകയാണെങ്കിൽ, അത് ഒരേ ഡയറക്ഷനിലും കാണാം, ഓപ്പോസിറ്റ് ഡയറക്ഷനും, ഇങ്ങനെ ഒരേ ഡയറക്ഷനും ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. ഇപ്പം ഇത് ആണ് നമ്മളുടെ വി എ, ഇത് വി ബി. സപ്പോസ് ഇങ്ങനെ നമുക്ക് 2 വെലോസിറ്റി എന്ന് വിചാരിക്കാം. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എപ്പോഴും സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഹിയർ വി എ മൈനസ് വി ബി എന്നുള്ളതായിരിക്കും. ഇനി സെയിം ഡയറക്ഷനിലാണെങ്കിൽ, സോറി ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ആഡപ്പ് ചെയ്യുകയും സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷനുമാണ്. ഇതൊരു റൂളാണ്. ഓക്കെ, ദിസ് ഈസ് ലൈക്ക് എ റൂൾ. ഇതിൻ്റെ അകത്ത് എസ്പെഷ്യലി ഒരു കാര്യമുണ്ട്, എപ്പോഴും ഈ ഫസ്റ്റ് കിടക്കുന്നത് മൈനസ് ചെയ്യുമ്പോൾ ഈ ആള് ഗ്രേറ്റർ ആയിരിക്കും ഈ ആളെ കാട്ടി. അതും ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിലാണ് ഇത് ടോട്ടലി ഓക്കെ ആയിരിക്കുന്നത്. ആ കേസിൽ അത് ഇപ്പം വി എ എന്ന് പറയുന്ന, സപ്പോസ് വി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വി ബിയെ കാട്ടിയും കൂടുതലാവുന്ന കേസിലും നമുക്കിങ്ങനെ വി എയും വി ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇതുണ്ട്, ഒരാളിങ്ങോട്ടും പോകുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് അഡീഷനും. ഇനി സെയിം ഡയറക്ഷനിലാണ് ഇപ്പൊ രണ്ടുപേരും പോകുന്നത്. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് സബ്ട്രാക്ഷനുമാണ് അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി. സെക്കൻഡ് റിലേറ്റീവ് വെലോസിറ്റി അത് വി എ ബി എന്ന് പറയുന്നത്, ഇവിടെ വി എ പ്ലസ് വി ബിയും ഇവിടെ വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി. ദാറ്റ് ഇസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം ഈ വി എ ബിയെ കാട്ടിയും ഈ വി എ ബി ഇപ്പൊ 5 ആണെങ്കിൽ ഈ വി എ ബി -5 ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പം അതും ഇവിടെ കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷുഡ് ബി ഇക്വേറ്റഡ് ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൈക്ലിസ്റ്റ് റിലേറ്റീവ് ടു ദ ബസ്. അപ്പം വെലോസിറ്റി ഓഫ് ദ ബസ് റിലേറ്റീവ് ടു ദ സൈക്ലിസ്റ്റ് വി ബി സി എന്ന് പറയുന്നത്, ഈ രണ്ടുപേരും ഒരേപോലെ പോകുമ്പം അതെന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്തായിരിക്കും, വി ബി മൈനസ് വി സി ആയിരിക്കും. ഓക്കെ, നമ്മള് ബസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആയിട്ടാണ് എടുത്തത്. സോ വി മൈനസ് വി സി. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ്, രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോൾ സൈക്ലിസ്റ്റ് ഇങ്ങനെ പോകുന്നു, ബസ്സുകാരൻ ഇങ്ങനെ പോകുന്നു. ഇനി സൈക്ലിസ്റ്റുകാരൻ ഇങ്ങനെ പോവുകയും ബസ്സുകാരൻ ഇങ്ങനെ വരികയും ചെയ്യുകയാണെങ്കിൽ, ഇൻ ദാറ്റ് കേസ് വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു സൈക്കിൾ എന്ന് പറയുന്നത് എന്ത് വരും, വി ബി. ഓക്കെ, ഇത് ഞാൻ റെപ്രസെന്റ് വി എടുക്കാം, വി ബി പ്ലസ് വി സി നടക്കേണ്ടി വരും. ദാറ്റ് മീൻസ് നമ്മൾ ബസ്സുകാരന്റെ വെലോസിറ്റി വി എന്നാണ് എടുത്തത്. സോ വി പ്ലസ് വി സി. ഈ കേസിൽ വി പ്ലസ് വി സി ആവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇൻ ദ ഡയറക്ഷൻ എ ടു ബിയും ഇത് ഇൻ ദ ഡയറക്ഷൻ ബി ടു എയും. ഇങ്ങനത്തെ രണ്ട് വെലോസിറ്റിയാണ് നമ്മൾ കാണുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് കേസിൽ അത് എ ടു ബിയിൽ സൈക്ലിസ്റ്റുകാരൻ എന്താണ് ബസ്സിനെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട് വി ടി ബൈ 60.
ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ബസ് വിത്ത് റെസ്പെക്ട് ടു സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വി ബി വി മൈനസ് വി സി ഇൻറ്റു ടൈം. ആ ടൈം എന്ന് പറഞ്ഞാൽ സൈക്കിളിന്റെ ടൈം എടുക്കണം. ഓക്കെ, സൈക്കിൾ വിത്ത് റെസ്പെക്ട് സൈക്കിൾ ആണല്ലോ. സോ 18 മിനിറ്റ്സ് എന്നാണ് കണ്ടിരുന്നത്. 18 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അവർ ആക്കാൻ വേണ്ടിയിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് 18/60 അവർ ആയിട്ട് റെപ്രസെന്റ്. ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അയാള് ബിയിൽ നിന്നും എയിലേക്ക് വരുന്ന ഒരു ബസ്സിനെ അതിന്റെ അവസാനത്തെ 6 മിനിറ്റ്സ് കാണുന്നതായിട്ട് ചിന്തിച്ചാൽ മതി. ഈ ഒരു അവസാനത്തെ 6 മിനിറ്റ്സ് കാണുമ്പോൾ ഇവിടെയും എന്ത് പറ്റുന്നു? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് VT/60 which will be equal to, വരും സൈക്ലിസ്റ്റ് ഇങ്ങനെ പോകുന്നു, ബസ്സുകാരൻ ഇങ്ങനെ വരുന്നു. സോ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി V plus VC ഇൻറ്റു കാണുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ടൈം T 6 ആണ്, 6/60. സോ നമുക്കറിയാം, നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്യാം. സോ LHS ഈ കേസിൽ സെയിം ആയിട്ടിരിക്കുകയാണ്. സോ RHS ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. ദറ്റ് ഈസ് V minus VC into 18/60 is equal to V plus VC into 6/60 എന്ന് വരും. ഈ 60 ഈ 60 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇത് എത്രയാണെന്ന് നോക്കാം. ദറ്റ് ഈസ് VB minus VC into 18 is equal to VB plus VC into 6. So 18 VB minus 18 VC is equal to 6 VB plus 6 VC. ഈ VB അപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ 18 മൈനസ് 6 എന്ന് 12 VB വരും. is equal to 12 VB അല്ല, ഐ എം സോറി, ബിക്കോസ് നമ്മൾ ഇതൊന്നുകൂടെ ഞങ്ങൾ എഴുതാം. VB അല്ല കേട്ടോ, സോറി, നമ്മൾ VB എന്നല്ലോ, സോറി, ഞാൻ ഒന്നുകൂടെ ഞങ്ങൾ എഴുതാൻ ബിക്കോസ് ഞാൻ എപ്പോഴും ബസ്സിന്റെ വെലോസിറ്റി VB എന്ന് അങ്ങ് എഴുതാറാണ് പതിവ്. ബട്ട് നമ്മളിവിടെ VB എന്ന് പറയുന്ന V ആയിട്ടാണല്ലോ എടുത്തത്. സോ ദിസ് ഇസ് V minus VC. ഞാൻ ഒന്നുകൂടെ എഴുതാം. സോ V minus VC into 18 എന്ന് പറയുന്നതാണ് എന്ത്? V plus VC into 6. ഓക്കെ, സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 18V minus 18VC is equal to 6V plus 6VC എന്ന് വരും. 18V minus 6V എന്ന് പറയുന്നത് 12V is equal to എത്ര വരും? 18VC ഇപ്പുറത്തേക്കും കൂടെ കൊണ്ടുവരണം. 18VC plus 6VC എന്ന് പറഞ്ഞാൽ 24VC എന്ന് വരും. സോ വെലോസിറ്റി ഓഫ് സൈക്ലിസ്റ്റ് നമുക്കറിയാം 20 km/h ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 24 into 20 ദറ്റ് ഇസ് 480. സോ നമ്മളുടെ V വിച്ച് ഇസ് ദ വെലോസിറ്റി ഓഫ് ബസ് അതെന്ന് പറയുന്നത് വരും 480 divided by 12. സോ യു വിൽ ഗെറ്റ് ഹിയർ 40 km/h എന്ന് വരും. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി ചോദിച്ചിട്ടുണ്ട്. T എത്രയാണെന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ചോദ്യം. T എത്രയാണെന്നുള്ളതാണ്. T എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ തൽക്കാലം നമുക്കിപ്പം ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വിയും കിട്ടിയല്ലോ, അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ്റെ അകത്തേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ VT നമുക്ക് ആ 60 എടുത്ത് കളയാം. ബിക്കോസ് രണ്ട് സൈഡിലും 60 ഉണ്ട്. 60 ക്യാൻസൽ ആയി കഴിയുമ്പോൾ T മിനിറ്റ്സിൽ തന്നെ വരും. സോ V minus VC into 18. So V 40 ആണല്ലോ. 40T is equal to 40 minus 20 into 18. So ഇത് ചെയ്ത് കഴിയുമ്പോൾ 20 into 18/40. So 9 minutes എന്ന് വരും. ഓക്കെ, 9 minutes എന്ന് വരും. അത് ഓവറിൽ റെപ്രസെന്റ് ചെയ്യണേ വിച്ച് ഇസ് ഈക്വൽ ടു 9/60 hours. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഇസ് 3.10. ഓക്കെ, 3.10 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നോക്കാം. എ പ്ലെയർ ത്രോസ് എ ബോൾ upward an initial speed of 29.4 meter/second. ഒരു പ്ലെയർ ഒരു ബോൾ ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞു വിത്ത് ഇനീഷ്യൽ സ്പീഡ്. ഇനീഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? V0 ആണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് V0 29.4 meter/second. So what is the direction of acceleration during the upward motion of the ball എന്നാണ്
അത് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ? മുകളിലേക്ക് എറിഞ്ഞാലും എപ്പോഴും ആക്സിലറേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും, ടുവേർഡ്സ് ഗ്രൗണ്ട് ആണ്. ആക്സിലറേഷന്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ? അപ്വേർഡ് ആണെങ്കിലും ആക്സിലറേഷൻ എപ്പോഴും ഡൗൺവേർഡ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദ ഹൈസ്റ്റ് പോയിന്റ് ഓഫ് മോഷൻ? ഇവിടെ ചെല്ലുമ്പോൾ ഹൈസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ബോൾ നിൽക്കും. സോ വെലോസിറ്റി ആ ഹൈസ്റ്റ് പോയിന്റിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഫൈനൽ വെലോസിറ്റി, ഹൈസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ആയിരിക്കും. ആക്സിലറേഷൻ എപ്പോഴും അങ്ങനെ, ആക്സിലറേഷൻ ഇങ്ങനെ ഡൗൺവേർഡ് ആയിരിക്കും. താഴേക്ക് എത്രയാണ്? ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റി പുള്ളിലൂടെ ഉള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴും -9.8 എന്നുള്ളതായിരിക്കും ആക്സിലറേഷൻ. ഓക്കെ, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഡൗൺവേർഡ് ദ വാല്യൂ ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, choose x equal to 0 and 0 meter and t is equal to 0 seconds to be the location and time of the ball at its highest point. ഇത് ഹൈസ്റ്റ് പോയിന്റിൽ ബോൾ ഇപ്പൊ ഈ ഹൈസ്റ്റ് പോയിന്റ് നിൽക്കുകയുള്ളൂ. ഇവിടെ എക്സ് പൊസിഷൻ 0 ആയിട്ടും ടൈമും 0 ആയിട്ട് എടുക്കുക. എന്നിട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ടു ബി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഇങ്ങോട്ടുള്ള ഈ ഡയറക്ഷൻ, നമ്മൾ ഇങ്ങോട്ടുള്ള സാറിന് നമ്മൾ ഇതെന്താ എടുക്കുക? ഇത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. പക്ഷെ ഇവർ ഇതിനെ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുക. അത് ഈ ഡയറക്ഷൻ പോസിറ്റീവും ഈ അപ്വേർഡ് നെഗറ്റീവുമായിട്ട് എടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. And give signs of position, velocity and acceleration during upward and downward motion. എന്നിട്ട് അപ്വേർഡിലും ഡൗൺവേർഡിലും ഉണ്ടാവുന്ന എന്താണ് മോഷന്റെ സൈൻസ് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം പൊസിഷൻ നോക്കാം. നമുക്കിനി അപ്വേർഡും ഡൗൺവേർഡ് ആയിട്ട് രണ്ടായിട്ട് നമുക്ക് തിരിക്കുകയാണെങ്കിൽ, ഇപ്പം അപ്വേർഡ് ആണെങ്കിൽ എന്ത് പറ്റും? നമ്മളുടെ ഇത് 0 ആണ്, ഇങ്ങോട്ടുള്ളത്, അതായത് ഇത് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, താഴേക്ക് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ അർത്ഥം മേലിലെ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ നെഗറ്റീവ് ആണ്, ഡയറക്ഷൻ പോസിറ്റീവ് ആണെന്നുള്ളൂ. 0 നിന്ന് ഇങ്ങോട്ടാണ് പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇപ്പൊ 1, 2, 3 ഇങ്ങനെ ആയിരിക്കും. അപ്പൊ എന്താ സംഭവം? ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആക്സിസിലാണ് കിടക്കുന്നത്, അല്ലെ? പോസിറ്റീവ് ആക്സിസ്. ഇപ്പൊ നമുക്ക് അത് ചിന്തിക്കാം. ഇപ്പം ഇവിടെ എവിടെ വന്നാലും പോസിറ്റീവ് ആക്സിസ് ആണ്, ആക്സിസ് പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടിലും പൊസിഷൻ സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് ആക്സിസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ സൈൻ പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ബൈ ടൈം -t2 - t1 അല്ലേ? അപ്പൊ നമ്മുടെ ഈ താഴത്തെ സാധനം എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പൊ മേളത്തെ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ മേളിലേക്ക്, ഇപ്പം നമ്മുടെ പൊസിഷൻ ഇത്, അതായത് നമ്മള് സോ ഈ പൊസിഷൻ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് വിചാരിക്കുക. ഡൗൺവേർഡ് ആണ് ഞാനിപ്പോ ആദ്യം എടുക്കുന്നത്. ഇങ്ങോട്ടൊരു ബോൾ എറിഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ എടുക്കാനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ്. ഇത് ഫൈനൽ പൊസിഷനും ഇത് ഇനീഷ്യൽ പൊസിഷനാന്ന് വിചാരിക്കും. 3 - 1 എന്ന് പറയുന്നത് എന്താണ്? 2. ഇപ്പൊ ഇങ്ങനെയാണ് രണ്ട് പൊസിഷൻ. x2 3ഉം x1 2 ആണ്. x2 - x1 എന്ന് പറയുന്നത് 3 - 1 2 ആണ്. ഇത് നമുക്ക് പോസിറ്റീവ് ആയിട്ടില്ല കിട്ടുന്നത്. സോ ഡൗൺവേർഡിൽ എന്തായിരിക്കും ഈ കേസിൽ? വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ മേളിലേക്കുള്ള കേസ് നോക്കാം. ബോൾ ഇങ്ങോട്ട് എറിഞ്ഞു. അപ്പൊ എന്താണ്? ഇതാണല്ലോ നമ്മുടെ ആക്സിസ്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പം ഇനീഷ്യൽ പൊസിഷൻ ഇതും ഫൈനൽ പൊസിഷൻ ഇതുമാണെന്ന് വിചാരിക്കാം. അപ്പം ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് നെഗറ്റീവ് കിട്ടും. സോ എന്താണ്? അപ്വേർഡില് ഈ കേസിൽ നെഗറ്റീവ് വരും. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിലറേഷൻ എപ്പോഴും എന്താണ്? താഴേക്കാണ്. അപ്പം താഴേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കാനാണ്, പറഞ്ഞത്. സോ എപ്പോഴും എന്താണ്? ആക്സിലറേഷൻ രണ്ട് കേസിലും പോസിറ്റീവ് തന്നെ ആയിരിക്കും. രണ്ട് കേസിലും ആക്സിലറേഷൻ എന്ന് പറയുന്നത് രണ്ട് കേസിലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കേസ്. ടു വാട്ട് ഹൈറ്റ് ഡസ് ദ ബോൾ റൈസ് ആൻഡ് ഹൗ ലോങ് ഡസ് ദ ബോൾ റിട്ടേൺ ടു ദ പ്ലേയേഴ്സ് ഹാൻഡ്? അപ്പൊ ഇങ്ങനെ എറിഞ്ഞല്ലോ, എറിയുമ്പോ എത്ര ഹൈറ്റിൽ ഇത് എത്തും? ഈ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫൈൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എക്സ്. അപ്പം എക്സ് ആണെങ്കിൽ നമുക്കറിയാം എക്സ് കണ്ടുപിടിക്കാനുള്ള കൈനമാറ്റിക് ഇക്വേഷൻ എന്താണ്? x = x0 + v0t + ½ at².
ഇതാണല്ലോ ഇക്വേഷൻ. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് സമയം തന്നിട്ടില്ല. അപ്പൊ സമയം കണ്ടുപിടിക്കണം. അതായത് നമുക്ക് അടുത്ത കൈനറ്റിക് ഇക്വേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻ വയ്ക്കാം. ദാറ്റ് ഇസ് V0 പ്ലസ് 80. ഇത് വെച്ച് നമുക്ക് സമയം കണ്ടുപിടിക്കാം. സോ ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 29.4. ഫൈനൽ വെലോസിറ്റി മേളിൽ ചെല്ലുമ്പോൾ 0 ആവും. പ്ലസ് 80. ആക്സിലറേഷന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ആക്സിലറേഷൻ എപ്പോഴും -9.8 ആണ്. നെഗ്ലക്ട് ആയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആക്സിലറേഷൻ മാത്രമേ ഇവിടെ ഫോഴ്സ് ഉള്ളൂ. അതെപ്പോഴും മുകളിലേക്ക് എറിയുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ -9.8 ആണ്. സോ -9.8T. So 29.4 is equal to 9.8T, which implies T is equal to, solving from 29.4 divided by 9.8, which will give you values 3 seconds. So T 3 seconds ആണ് T. So നമുക്ക് X കണ്ടുപിടിക്കാമല്ലോ. X equal to X0 plus V0T plus half 8T square ഇട്ട് കൊടുത്താൽ മതി. സോ ഇവിടുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റെസ്റ്റ് എന്നാണല്ലോ ബോൾ എറിയുന്നത്. സോ ദിസ് ഇസ് 0 പ്ലസ് ദിസ് ഇസ് 29.4 into 3 മൈനസ് ഹാഫ്, ബിക്കോസ് എയുടെ വാല്യൂ ആണ് ഞാൻ മൈനസ് ഇട്ട് കേട്ടോ, ഇൻറ്റു 9.8 ഇൻറ്റു T സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ. സോ ഇത് ചെയ്യുമ്പോൾ ഈ ഭാഗം ഫസ്റ്റ് ടേം, അതായത് ഈ 29.4 into 3 എന്ന് പറഞ്ഞാൽ 88.2 എന്ന് വരും. ഈ ഭാഗത്തിന്റെ ആൻസർ 44.1 എന്നും വരും. സോ ഫുൾ സബ്ട്രാക്ട് 44.1 മീറ്റർ. അപ്പൊ അതാണ് നമ്മളുടെ ദൂരം. ഈ ചോദിച്ചിരിക്കുന്നത് എത്ര കഴിഞ്ഞ് എറിഞ്ഞു കഴിഞ്ഞ് എത്ര നേരം കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുമെന്നാണ്, ബോൾ തിരിച്ചു വരുന്ന സമയം. അപ്പൊ അങ്ങോട്ട് എറിയാൻ എടുത്ത സമയം മുകളിലെത്താൻ T=3 ആണ്. പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഒന്നും വേറെ റെസിസ്റ്റൻസും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. സോ ഈ കേസിൽ ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും ഈക്വൽ ആയിരിക്കും. സോ മുകളിലേക്ക് 3 ആയതുകൊണ്ട് താഴേക്കും തിരിച്ച് കൈകളിലെത്താനും 3 സെക്കൻഡ്സ് തന്നെ എടുക്കും. സോ ടോട്ടൽ ടൈം ടു റിട്ടേൺ ഫോർ ദ ബോൾ ടു റിട്ടേൺ ടു ഹിസ് ഹാൻഡ്സ് എന്ന് പറയുന്നത് 3 + 3 വിച്ച് ഇസ് ഈക്വൽ ടു 6 സെക്കൻഡ്സ് വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ടെക്സ്റ്റിലെ പ്രോബ്ലം 3.11. 3.11 ഇതെന്താ നോക്കാം. Read each statement below carefully and state with reasons and examples if it is true or false. ഒരു 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇത് വായിക്കുക, എന്നിട്ട് അത് എക്സാമ്പിളിലൂടെയും പ്രോപ്പർ റീസണിലൂടെയും പറയുക ട്രൂ ഓർ ഫോൾസ് ആണ് ചെയ്യും. സോ പാർട്ടിക്കുലർ 1 ഡയമെൻഷണൽ മോഷൻ, അതാണ് നമ്മൾ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചത്. ഒരു ഡയമെൻഷണൽ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള മോഷനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത 4 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് 0 സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് may have non-zero acceleration at that instant. ഇപ്പൊ നമ്മള് ഇത് ട്രൂ ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഇസ് ഇപ്പൊ നമ്മൾ എന്റെ ലാസ്റ്റ് ബോളിലെ പ്രോബ്ലം തന്നെ ചിന്തിച്ചാൽ മതി. ബോൾ ത്രോൺ അപ്വേർഡ്സ് അറ്റ് ദ ഹൈസ്റ്റ് പോയിന്റിൽ എന്ത് പറ്റും, ഈ പൊസിഷൻ ഹൈസ്റ്റ് പോയിന്റിൽ എന്റെ വെലോസിറ്റി 0 ആണ്, സ്പീഡ് 0 ആയി, ബട്ട് സ്റ്റിൽ ആക്സിലറേഷൻ ഉണ്ട്. ബിക്കോസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g അവിടെ എപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ബോൾ ത്രോൺ അപ്വേർഡ്സ് ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. With 0 speed may have non-zero velocity. So speed എന്ന് പറയുന്നത് actually it could be considered as എന്താണ് magnitude of velocity എന്ന് നമുക്ക് പറയാം. സ്പീഡ് എന്ന് പറയുന്നത് ആക്ച്വലി വെലോസിറ്റിയുടെ ഒരു മാഗ്നിറ്റ്യൂഡ് ആണ്. ജസ്റ്റ് ഇതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, പക്ഷെ റഫ്ലി വി ക്യാൻ സേ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ് സ്പീഡ് എന്ന് പറയാം. സോ 0 സ്പീഡ് non-zero വെലോസിറ്റി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അവിടെ തെറ്റാണ്. ഓക്കെ, ഇത് non-zero ആണെങ്കിൽ ഒബ്വിയസ്ലി സ്പീഡും 0 ആയിരിക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് മസ്റ്റ് ഹാവ് 0 ആക്സിലറേഷൻ. ഇത് സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ 0 ആക്സിലറേഷൻ. സോ സ്പീഡ് എന്ന് പറയുന്നതിന് തന്നെ ആക്സിലറേഷനെ ഡിഫൈൻ ചെയ്യുന്നതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഇസ് dv/dt ആണ്. Suppose if v constant ആണെങ്കിൽ v is constant, then അതിന്റെ ഡെറിവേറ്റീവ് with respect to time 0 ആയിരിക്കും. Then if v is a constant, then which implies d/dt of constant എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ചാപ്റ്ററിൽ ഡെറിവേഷൻ വന്നപ്പോൾ കണ്ടിട്ട് കോൺസ്റ്റന്റ് ടേംസ് ആണെങ്കിൽ 0 ആയിരിക്കും. സോ that is true. Next, with the positive value of acceleration must be speeding up. Acceleration value
പോസിറ്റീവ് ആണെങ്കിൽ അത് സ്പീഡിങ് അപ്പ് ആയിരിക്കും എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അതാണ് നമ്മളിപ്പോ ജസ്റ്റ് കണ്ട ആ ഒരു ആൻസർ ഈസ് ഫോൾസ്. ഇതിന്റെ ആൻസർ ഫോൾസ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ട ബോളിന്റെ എക്സാമ്പിൾ തന്നെ ചിന്തിച്ചാൽ മതി. അത് എന്താണ്, അത് മേളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു, അതിങ്ങനെ താഴേക്ക് വരാണല്ലോ. അപ്പൊ മേളിലേക്ക് പോകുമ്പം സാധാരണഗതിയിൽ ബോളിന്റെ സ്പീഡ് കുറയുന്നു, താഴേക്ക് വരുമ്പം ബോളിന്റെ സ്പീഡ് കൂടുന്നു. പക്ഷെ രണ്ട് കേസിലും ആക്സിലറേഷൻ എന്ന് പറയുന്നത് താഴേക്ക് പിടിക്കുകയാണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന പോസിറ്റീവ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ മസ്റ്റ് ബി സ്പീഡിങ് അപ്പ് എന്നുള്ളതാണ്. ഈ കേസിൽ നോക്കുക, ഇത് താഴേക്ക് വരുമ്പോൾ സ്പീഡ് ആണ്, പക്ഷെ ആക്സിലറേഷൻ ഇവിടെ പോസിറ്റീവ് അല്ല, ആക്സിലറേഷൻ ഇവിടെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ.